മലക്കുകൾ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്നോട് സലാം പറയുന്നുണ്ട്. ആ സുഖം അനുഭവിക്കണമെങ്കിൽ ഈമാനിൻ്റെ മധുരം കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ മധുരം അനുഭവിച്ചവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ ചിത്രം കൂടി നമ്മൾ കാണണം. കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. എവിടെ നിന്നോ പരിചയപ്പെട്ട ഒരു പെണ്ണിനെ 4 ദിവസം പരിചയപ്പെട്ടു. അവളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യപ്പോൾ സ്വന്തം ഭാര്യനെയും കുട്ടികളെയും ജനിച്ചു വളർന്ന മതം പോലും ഒഴിവാക്കി അവരോടൊപ്പം പോകുന്ന ഒരു ലോകത്ത്, ഏതോ ഓട്ടോറിക്ഷയിലോ മറ്റോ വീട്ടിലേക്ക് ജോലിക്ക് വന്നോ പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കൂടെ സ്വന്തം കുടുംബത്തെയും ഭർത്താവിനെയും ഒക്കെ ഒഴിവാക്കി മതം വരെ വിട്ടു പോകുന്ന ഒരു ലോകത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മതം വിടുന്നത്? ഈമാനിൻ്റെ മധുരത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ്. സുദീർഘമായ സമയം നമ്മുടെ മുമ്പിലില്ല. ഈമാനിൻ്റെ മധുരം കിട്ടാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. ഈമാനിൻ്റെ മധുരം നശിച്ചു പോകാനുള്ള കുറേ കാരണങ്ങളുണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഈമാനിൻ്റെ മധുരം കിട്ടിയ ഒരാൾ സുമയ്യ ബീവിയെ ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കിടത്തിയിട്ട് ചുട്ടുപഴുത്ത കമ്പി തൻ്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ആ ഈമാനിൻ്റെ മധുരമാണ്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഹുബൈബ് തങ്ങളെ ചരിത്രം ഞാൻ പറയുന്നില്ല, ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഹുബൈബ് തങ്ങളെ ഒരു കൊള്ള സംഘം വഴിയിൽ നിന്ന് പിടികൂടിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി വിൽക്കാൻ. ആരാ വാങ്ങുന്നത്? ഒരു യുദ്ധത്തിൽ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പലരെയും വകവരുത്തിയ ആളാണ് ഹുബൈബ് എന്ന നിലക്ക് ആ കുടുംബം അദ്ദേഹത്തിനെ വാങ്ങിയിട്ട് നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സയ്യിദ് ബിൻ ആമിർ തങ്ങൾ ഈ രംഗം കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ അന്ന് അവിടെ പോയി ഹുബൈബ് തങ്ങളെ കൊല്ലുന്നത് നേരിട്ട് കണ്ട ആളാണ്. അന്ന് ഞാൻ മുഅ്മിനൊന്നുമല്ല, പക്ഷെ ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പതയ്ക്കാണ്. ഹുബൈബ് തങ്ങളെ ആ ഒരു കഴുമരത്തിലേക്ക് അങ്ങോട്ട് ഏറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഹുബൈബ് തങ്ങൾ 1-ാമത്തെ സ്റ്റെപ്പിൽ വെച്ച് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹുബൈബ് തങ്ങളെ അന്ന് വകവരുത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഇപ്പം നമ്മൾ മക്കയിൽ പോയാൽ ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്യാൻ ഏറ്റവും അടുത്ത സ്ഥലം എവിടെയാണ്? ആയിഷ പള്ളിയാണ്. ആയിഷ പള്ളി പറഞ്ഞാൽ തൻഐമിലാണ്. ആ തൻഐമിൽ വെച്ചുകൊണ്ടാണ് ഹുബൈബ് തങ്ങളെ വകവരുത്തിയത്. തൻഐമിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഹുബൈബ് തങ്ങൾ അങ്ങോട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയിൽ നിന്ന് സലാം അടക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, ആരോടാ നബിയെ അങ്ങ് സലാം അടക്കിയത്? പറഞ്ഞു, ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ പോവാണ്. തൂക്കിക്കൊന്നെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ മുകളിൽ കൊണ്ട് കയറ്റിയിട്ട് അവിടെ കൂടിയിരുന്ന മുഴുവൻ മനുഷ്യന്മാരും കയ്യിൽ കിട്ടിയത് കൊണ്ട് മുഴുവനും അടിച്ചു എറിഞ്ഞു. അങ്ങോട്ട് കയറുന്ന സമയത്ത് അദ്ദേഹം സലാം പറഞ്ഞു. എന്നിട്ട് അവരെ നോക്കി പറഞ്ഞൊരു സംഗതിയുണ്ട്, വലസ്തു ഉബാലിഹീന ഉഖ്തയലു മുസ്ലിമ അലാ അയ്യ ജംബിൻ കാന ഫില്ലാഹി മസ്റഈ. ഞാനൊരു മുസ്ലിമായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ, എൻ്റെ വിശ്വാസം നിലനിൽക്കെയാണ് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശ യുബാറക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ. നിങ്ങൾ എന്നെ ചിന്ന ഭിന്നമാക്കി പീസാക്കി മുറിച്ചു മാറ്റിയാലും എൻ്റെ റബ്ബിൻ്റെ ഒരു ബറക്കത്ത് എനിക്ക് കിട്ടുമല്ലോ. ഹുബൈബ് തങ്ങൾ അവർ കൊന്നു. ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. 4 ദിവസം അവിടെ തൂക്കിയിട്ടു അദ്ദേഹത്തിനെ. 4 ദിവസം ആ കഴുമരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടു ഹുബൈബ് തങ്ങളെ. 4 ദിവസം കഴിഞ്ഞിട്ടും ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ നമ്മൾക്കറിയാലോ, ഒരൊറ്റ ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മയ്യത്ത്, ഒരാൾ തൂങ്ങി മരിച്ചത് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് എങ്കിൽ ആ മയ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു പ്രത്യേക തരം ഈച്ചയുണ്ട്. ഈച്ചയേക്കാൾ ലേശം കൂടി വലിപ്പമുള്ളതും ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതും, എൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. ആ ഈച്ച വരും. അതേ രൂപത്തിൽ പ്രാണികൾ വരും, നാറിയിട്ടടുക്കൂല. ഹുബൈബ് തങ്ങളെ 4 ദിവസം കഴിഞ്ഞിട്ടും ഹുബൈബ് തങ്ങളെ ശരീരം അവിടെ അങ്ങനെ തൂങ്ങിക്കിടക്കുക. ഒരു ഈച്ച വഴിക്ക് വന്നിട്ടില്ല, ഒരു നാറ്റുണ്ടായിട്ടില്ല. മുത്തുനബി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സലാത്തുല്ലി സയ്യിദുനാ റസൂലുള്ളാഹി, ഒന്നുകൂടി ഓർക്കെ, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഹുബൈബിൻ്റെ ബോഡി അവിടെ ഉണ്ട്. സഹാബത്ത് ചെന്ന് നോക്കുമ്പോൾ അതിന് കാവൽ നിൽക്കുന്നവരൊക്കെ കള്ള് കുടിച്ചിട്ട് പൂസായി കിടക്കുകയാണ്. അവിടെ കയറി ആ ശരീരം അവിടെ നിന്ന് അഴിച്ചെടുത്തു, ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുപോയി. ഒരു നാറ്റമില്ല, ഒരു കുഴപ്പമില്ല. വഴിയിലെത്തിയപ്പോൾ ശത്രുക്കൾ കണ്ടു ഹുബൈബ് തങ്ങളെ ബോഡി അയച്ചുകൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. ഇവർ പെട്ടെന്ന് ഹുബൈബ് തങ്ങളുടെ ബാക്കിൽ, ഈ ശരീരത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടുകയാണ്. അവർ കുറേ ദൂരം ഓടി.
വഴിയിൽ ഈ സ്വഹാബത്തിൻ്റെ അരികിലേക്ക് വരെത്തി. ഇവർ കുറേ പേരുണ്ട്, സ്വഹാബത്ത് കുറച്ചാളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരം ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി വെച്ച സ്വഹാബി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, പഠിച്ചോനെ ഇത് ഹുബൈബിൻ്റെ ബോഡിയാണ്, നിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിയായതാണ്, നീ ഭൂമിയിൽ ഒരു കബർ രൂപത്തിലാക്കി തരണം. പെട്ടെന്ന് അവിടെ വിണ്ട് കീറി ആ മയ്യത്ത് അവിടേക്കവിടെ വെച്ചു, കബർ മൂടി. ശത്രുക്കൾക്ക് ആ മയ്യത്ത് തൊടാൻ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ ഒരൊറ്റ ചോദ്യം. എന്താ ചോദ്യം? നീ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദാണ് എന്ന് ആഗ്രഹിച്ചാൽ മതി, ഞങ്ങൾ മോചിപ്പിച്ചോളാം. ആ കാലിൽ ഒരു മുള്ളു കുത്തുന്നെങ്കിൽ സഹിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് അതാണ് ഈമാനി എന്ന് പറയുന്നത്. ഈമാനിന്റെ മധുരം കൊണ്ട് കിട്ടിയതാണ്. മഹാനായ സയ്യിദുന ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാനായ ഉമർ തങ്ങളുടെ ഭരണകാലത്തൊരു സംഭവം ഉണ്ടായി. റോമയിലെ സൈന്യം മുസ്ലിങ്ങളായ കുറച്ച് ആളുകളെ പിടികൂടി. ആ പിടികൂടിയ കൂട്ടത്തിലെ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനെ കൈമാറിയത് ആ നാട്ടിലെ വലിയ ഭരണാധികാരിയും വലിയ ഉന്നത സ്ഥാനനായ, അതോടൊപ്പം നായ്ക്കളുടെ കൂടെ പട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളെ കയ്യിലാണ്. അയാളെ നാട്ടിലെ പ്രമാണിയാണ്. അയാളെ കയ്യിലേക്ക് കൊടുത്തു, അയാൾ അരികിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഇയാളെ വീടിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് കുനിഞ്ഞിങ്ങനെ, ആ വീടിന്റെ ഗേറ്റ് തീരെ പൊക്കം കുറഞ്ഞ ഗേറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കുനിഞ്ഞു കയറണം. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിൽ നിരവധി ശത്രുക്കൾ സർവായുധരായി നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്തൊന്ന് കുനിഞ്ഞങ്ങോട്ട് കയറാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ കുനിയൂല, കാരണം എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ കുനിയുന്നത് കാണുന്നത് എനിക്ക് നാണക്കേടാണ്. എൻ്റെ ഹബീബ് കാണും, ഉറപ്പാണ്. നബി തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം കേട്ടോ. അതുകൊണ്ട് കുനിഞ്ഞു കയറാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല, ഞാൻ അതിന് റെഡിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ധീരത കാണിച്ച ആളല്ലേ, നിങ്ങൾ ആ ഗേറ്റ് മാറ്റി കൊടുക്കുകയായിരുന്നു. അദ്ദേഹം നേരെ മുന്നോട്ട് ചെന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇദ്ദേഹം ഒറ്റക്കാണ്. അദ്ദേഹത്തിനോട് പറയാണ്, നീ നിന്റെ മതം ഉപേക്ഷിച്ച് ഞങ്ങളുടെ മതത്തിലേക്ക് വരികയാണ് എങ്കിൽ ഈ നാട്ടിലെ റോമിന്റെ ഭരണാധികാരിയായി നിനക്ക് വായാൻ കഴിയും, നിന്നെ ആ ഒരു രൂപത്തിലേക്ക് വളർത്തിത്തരാം. അദ്ദേഹം ചോദിച്ചു, റോം എന്ന് പറഞ്ഞപ്പോൾ എത്ര ഉണ്ടാവും? ഒരു ലോകം മൊത്തമൊന്നുമില്ലല്ലോ ലോകത്തിന്റെ. അപ്പൊ അവർ പറഞ്ഞു 4-1 വരാൻ സാധ്യതയുണ്ട്. റോമൻ സാമ്രാജ്യം അത്രയും വലിയ സാമ്രാജ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ നാടിന്റെ ഭരണാധികാരം എനിക്ക് തരുന്നത് പോയിട്ട് ഈ നാട് നിറയെ സ്വർണവും വെള്ളിയും രത്നങ്ങളും നിങ്ങൾ എനിക്ക് നിറച്ചു തന്നാലും ഒരൊറ്റ വട്ടം ബാങ്ക് കേൾക്കുന്ന അത്ര സന്തോഷം എനിക്ക് വരൂല. ഈ ഭൂമി നിറയെ നിങ്ങൾ എനിക്ക് സ്വർണവും വെള്ളിയും രത്നങ്ങളും നിറച്ചു തരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ബാങ്ക് കേൾക്കലാണ്. ഇവര് പറഞ്ഞു, ഈ മനുഷ്യന്റെ ഹൃദയം നിറയെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ഇഷ്ടം നിറഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ പ്രലോഭിപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മൾ സ്ഥാനമാനങ്ങൾ കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർ ചെയ്ത പണി എന്താണെന്നറിയോ? അടുപ്പത്തൊരു വലിയ ചെമ്പ് കൊണ്ടുപോയി വെച്ചു. ഇമാം കല്യൂബി തങ്ങൾ നവാദിറിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഒരു വലിയ ചെമ്പ് കൊണ്ടുപോയി വെച്ചു. ആ ചെമ്പിന്റെ അടിയിൽ തീയിട്ടിട്ട് വെള്ളം പറഞ്ഞു അങ്ങനെ തിളപ്പിക്കാൻ തുടങ്ങി. ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പിടിച്ച് അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ കുറേ നേരം തിളപ്പിച്ചിട്ട് തീയൊക്കെ തീർന്നതിന് ശേഷം വെള്ളം ചൂടാറിയപ്പോൾ ഇവര് പോയി നോക്കുമ്പോൾ ഈ മനുഷ്യനുണ്ട് വെള്ളത്തിൽ നെയ്യുന്നേറ്റ് പോയിരുന്നു. അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല. കുൽനായാനാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ തീയിൽ എറിഞ്ഞപ്പോൾ രക്ഷിച്ച റബ്ബാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉത്കടമായ അഗാധമായ ഈമാനിന്റെ മധുരം അനുഭവിക്കുന്നത് കൊണ്ട് ചുടുവെള്ളം പ്രശ്നമല്ല, തീയും പ്രശ്നമല്ല, അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവസാനം ഒരു പരീക്ഷണം കൂടി അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിനെ ഇരുൾ മൂടിയ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിടുക. ഇരുൾ മൂടിയ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയിടുക. അവരദ്ദേഹത്തിനെ ഇരുൾ മൂടിയ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടു. അദ്ദേഹത്തിന് തിന്നാൻ ഒരു സാധനം കൊടുക്കൂല, കുടിക്കാൻ ഒരു വെള്ളം കൊടുക്കൂല. 2 സാധനം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ.
അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒന്ന് കള്ള്, കുടിക്കാൻ നല്ല മദ്യം കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അരികിൽ വെക്കും. വേവിച്ച നല്ല പന്നിമാംസം വെക്കും. ഇത് രണ്ടും അല്ലാതെ ഒരു സാധനവും അദ്ദേഹത്തിന്റെ അരികിലേക്ക് കൊടുക്കൂല, അടുപ്പിക്കൂല എന്നവർ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ റൂമിന്റെ ഉള്ളിലിട്ടു. ഒരു ഭക്ഷണ സാധനങ്ങളും കൊടുക്കുന്നില്ല. കുറച്ച് കള്ളും അതേ രൂപത്തിൽ കുറച്ച് പന്നിമാംസം വേവിച്ചതും കൊണ്ടുപോയി അവിടെ വെച്ചു. 40 ദിവസമാണ് ആ മനുഷ്യനെ ആ റൂമിൽ അങ്ങനെ ഇട്ടത്. ഒരു കുട്ടി ആ വഴിക്ക് പോയില്ല, വർത്താനം പറയാൻ ഒരാളില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. അവര് വിചാരിച്ചത് വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ അയാൾ കള്ള് കുടിക്കും, തെറ്റുകൾ ചെയ്താൽ ഈമാൻ കുറഞ്ഞു പോവല്ലോ. ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടാതെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ പന്നിമാംസം കഴിക്കുന്നതാണ് അവർ മനസ്സിലാക്കിയത്. 40 ദിവസം കഴിഞ്ഞ് അവർ പോയി നോക്കുമ്പോൾ ഇവർ ഈ വസ്തുക്കളൊന്നും അദ്ദേഹം തൊട്ടിട്ടില്ല. ആരോഗ്യത്തിനിട്ടൊരു കുഴപ്പമില്ല. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സമ്പൂർണ്ണ ഈമാനിൽ ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, എല്ലാ പ്രതിസന്ധികൾക്കും വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കും. വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്.